കറി വേണേ ചോദിക്കണേ മോള്. അമ്മ കുറച്ച് ചിക്കൻ കറി. ആ ആകെ 1/2 കിലോ ചിക്കനാ മേടിച്ചത്. ഓന്റെ പീസ്. അമ്മ മോട്ടറിൽ വെള്ളം ഇല്ലല്ലോ. അമ്മ ഓണാ. മോട്ടോർ ഓണാക്കണ്ട. കൈ കഴിക്കും. ഒരു പെണ്ണിനെ കണ്ടപ്പോഴേ ഇളക്കം തട്ടി കിണറ്റിലും അങ്ങ് വീണു. നീ പോയാൽ ഞങ്ങൾക്ക് ആരുണ്ടടാ? അതിനല്ലയോ ഞാൻ ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ മരണപ്പെട്ടാൽ 2 കോടി വരെ കിട്ടും. അപ്പൊ നീ മരിച്ചാലേ കാശ് കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ ചെലവ് ആര് നോക്കുവടാ? മരിച്ചാൽ കാശ് കിട്ടുന്നത് ടേം ഇൻഷുറൻസ്, ചികിത്സയ്ക്ക് കാശ് കിട്ടുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു ശരാശരി മനുഷ്യന് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതെല്ലാവരും എടുക്കണോ? എല്ലാരും എടുത്താൽ നല്ലതല്ലേ? കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ട പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? മാസം 400-500 രൂപ പോലുള്ള ചെറിയ പൈസയല്ലേ സ്ഥിരവരുമാനമുള്ള ആർക്കും എടുക്കാം. നല്ലതാ. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസോ? ഹെൽത്ത് ഇൻഷുറൻസ് അമ്മയ്ക്കേ അറിയാലോ. അന്ന് അടുക്കളയിൽ രാത്രി പാട്ട തപ്പാൻ പോയി കാലിനി താഴെ വീണിട്ട് ആശുപത്രി 40,000 രൂപ ചെലവായി. അന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. മാസം 400-500 രൂപ മുതലുള്ള പ്ലാനുകളുണ്ട്. 1 കോടി രൂപ വരെ കവറേജ് കിട്ടും. അതെങ്ങനെയാ നീ എടുത്തത്? ഹെൽത്ത് ആയാലും ടേം ഇൻഷുറൻസ് ആയാലും എടുക്കാനുള്ള ലിങ്ക് എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ എടുക്കും. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 25% വരെയും ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ 15% വരെയും ഡിസ്കൗണ്ടും കിട്ടും. പുതിയ വർഷം തുടങ്ങുമല്ലേ, എല്ലാ കുടുംബത്തിനും ഇത് വേണ്ടതാ. പിന്നെ നാട്ടിലുള്ള നമുക്ക് മാത്രമല്ല, പ്രവാസികൾക്ക് പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ ചിലവ് കുറവിൽ ടേം ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ നിന്ന് എടുക്കാം. ലിങ്ക് എന്തായാലും നമ്മുടെ ബയോയിലുണ്ട്.